ആരവങ്ങളിലേക്ക് പൊടുന്നനെ പൊട്ടി വീഴുകയും കളം വാഴുകയും ചെയ്യുന്ന അത്ഭുതങ്ങളാണ് പലപ്പോഴും കാൽപന്തു കളിയെ വിസ്മയഭരിതമാക്കുന്നത്. ജീവിതവും മരണവും മുഖാമുഖം നിൽക്കുന്ന ഒരു പെനാൽറ്റി ഷൂട്ടൌട്ടിനിടയിൽ ഗോൾബാറിന് കീഴിൽ അത്തരം വിസ്മയ പിറവികളുണ്ടാകും. അവിടെ അടക്കിപ്പിടിച്ച ദീർഘനിശ്വാസങ്ങൾ അടുത്ത നിമിഷത്തിൽ കൊടുങ്കാറ്റിരമ്പമാവും. അത്ര നേരം ചടുല ചലനങ്ങൾ കൊണ്ട് ലോകത്തെയൊക്കെ ത്രസിപ്പിച്ചവർ ഒന്നടങ്കം ധ്യാനത്തിലമരും. മരണവരക്ക് മുന്നിൽ കാവൽ നിൽക്കുന്നവന്റെ ജീവിതത്തിലേക്കുള്ള കുതിപ്പിന് അവിടെ തുടക്കമാകും. അവിടേക്കാണ് ഡാമിയൻ എമിലിയാനോ മാർട്ടിനസ് റൊമേറോ എന്ന അർജന്റീനക്കാരൻ പൊട്ടിവീണത്. സെർജിയോ ഗോയ്ക്കോഷയുടെ പിന്മുറക്കാരനാണ് താനെന്ന മാർട്ടിനസിന്റെ ആത്മഗതത്തിന് മൂർച്ചയേറിയ മുഖങ്ങൾ പലതാണ്. പകരക്കാരന്റെ കുപ്പായത്തിൽ കാലം കഴിക്കാൻ വിധിക്കപ്പെട്ടവനെന്ന് പരിഹസിച്ചവർക്കിടയിൽ നിന്നാണ് അന്ന് റോമിൽ ഗോയ്ക്കോഷയും ഇപ്പോൾ ഖത്തറിൽ മാർട്ടിനസും പിറക്കുന്നത്. 90-ലായിരുന്നു ഗോയ്ക്കോഷയുടെ വരവ്. നെരിപ്പുംപിത എന്ന അതികായകൻ വലക്കാത്ത കാലം. സോവിയറ്റ് യൂണിയനുമായുള്ള മത്സരത്തിനിടെ പരിക്കേറ്റ് ചോര വാർന്ന് പുംപിത കളമൊഴിഞ്ഞപ്പോഴാണ് ഗോയ്ക്കോഷെ കളത്തിൽ പിറന്നത്. എതിരാളികളുടെ കത്രിക പൂട്ടിൽ കൂട്ടിലടക്കപ്പെട്ട മറഡോണ കാഴ്ചക്കാരനായ മത്സരങ്ങളിൽ സെർജിയോ വിസ്മയമായി. ബ്രസീലുമായുള്ള മത്സരത്തിലായിരുന്നു മറക്കാനാകാത്തത്. കാനറികളിൽ 10 പേരും ഗോൾദാഹവുമായി ഗോയ്ക്കോഷയുടെ വലക്ക് ചുറ്റും പറന്നു നടന്നു. എന്നാൽ തുണക്ക് ക്രോസ്ബാർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. കരേക്കയും കാർലോസും ഡുങ്കയും തൊടുത്ത ഗോളെന്നുറപ്പിച്ച 3 ഷോട്ടുകളാണ് ഗോയ്ക്കോഷയുടെ ആ കൂട്ടുകാരൻ അന്ന് തട്ടിത്തെറിപ്പിച്ചത്. ക്വാർട്ടർ മുതൽ ഗോയ്ക്കോഷ്യ രാജാവായി. തട്ടിയും മുട്ടിയും കൂട്ടുകാർ മത്സരം ഷോട്ടൗട്ട് വരെ എത്തിക്കും. പിന്നെ അവനും ഗോൾബാറും മാത്രം. പേരുകേട്ട തമ്പുരാക്കന്മാർ പ്രാർത്ഥിച്ചുകൊണ്ട് മാറി നിൽക്കും. ക്വാർട്ടറിൽ യൂഗോസ്ലേവിയയുടെ 2 പെനാൽറ്റികൾ കയ്യിലൊതുക്കിക്കൊണ്ട് അവൻ മറഡോണയുടെ അർജന്റീനയെ സെമിയിലെത്തിച്ചു.